നീറ്റ് 2025 അത്ര സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. നീറ്റ് 2025 എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, കുട്ടികളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. മാതാപിതാക്കൾ കാണുവാൻ വേണ്ടിയുള്ളതാണ്. കുട്ടികൾ ഇത് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ 2025 നീറ്റ് എക്സാമിൽ എന്താണ് സംഭവിച്ചത്? 2025 നീറ്റ് എക്സാം വളരെ ടഫായിരുന്നു, ബുദ്ധിമുട്ട് നിറഞ്ഞൊരു എക്സാം ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് ആദ്യമേ പറയുവാനുള്ളത്, കുട്ടികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. എക്സാമിന് മുമ്പ് സപ്പോർട്ട് ചെയ്യണമെന്ന് പല പ്രാവശ്യവും ഞാൻ പേരൻസ് മീറ്റിങ്ങുകളിൽ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഈ എക്സാമിന് ശേഷമുള്ള സമയം അവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം എക്സാം വളരെ ടഫായിരുന്നു. ഏകദേശം 24 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയൊരു എക്സാം ആയിരുന്നു. ഇന്ത്യ മുഴുവനുള്ള 24 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് നീറ്റ് 2025. അപ്പോൾ അതിൽ എക്സാമിന് ശേഷം പല കുട്ടികളെയും വിളിച്ചു. ഈ ദിവസങ്ങളിൽ കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയുന്ന മറുപടികൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി സങ്കടം വന്നു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. അല്ലെങ്കിൽ ആൻസർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ടെൻഷനായിപ്പോയി. അങ്ങനെ പല പല ഉത്തരങ്ങളാണ് പറയുന്നത്. ഞാനും നീറ്റ് എക്സാമിൻ്റെ സെൻറ്ററിൽ കണ്ട കാര്യവും ഇതുതന്നെയാണ്. കുട്ടികൾ പലരും വെറുതെ ഇരിക്കുന്നു, ചിലർ കിടന്ന് ഉറങ്ങുന്നു. എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സങ്കടത്തോടെ നിൽക്കുന്ന മുഖങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, സന്തോഷത്തോടെ നിൽക്കുന്ന മുഖങ്ങൾ ഒന്നും കണ്ടില്ല. കുഞ്ഞുങ്ങളുടെ സന്തോഷം നിറഞ്ഞ മുഖം കാണുവാനായിട്ട് കാത്തിരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ സങ്കടം നിറഞ്ഞ മുഖമാണ് കണ്ടത്. അത് നീറ്റ് എക്സാം ടഫായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. ദർശനയിലെ എൻ്റെ പല കുഞ്ഞുങ്ങളെയും ഞാൻ എക്സാമിന് ശേഷം ഫോൺ വിളിച്ചപ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അച്ഛൻ അറിയാവുന്നതല്ലേ എക്സാം ടഫായിരുന്നെന്ന്, അച്ഛനും എഴുതിയ എക്സാം അല്ലേ. തീർച്ചയായിട്ടും അവരുടെ നിസ്സഹായ അവസ്ഥയിലുള്ള ആ ചോദ്യം തീർച്ചയായിട്ടും ശരിയായ ഒരു ചോദ്യം തന്നെയാണ്. എക്സാം ടഫാണ്. അതുപോലെ പല പേരൻസിനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾ അവരുടെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു അച്ഛനും ടഫാ, അതുകൊണ്ട് കുട്ടികൾക്ക് ഞങ്ങൾക്കും ടഫാണെന്നുള്ള കാര്യം അറിയത്തില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരും എല്ലാവരും പറയുന്നില്ല. ഈ വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതിയ നീറ്റ് എക്സാം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ടഫായിട്ടുള്ള എക്സാമാണ്. ടഫസ്റ്റ് എക്സാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇതിനു മുമ്പ് ഇത്രയും ടഫായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് 2016 പക്ഷേ 2025 2016 തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണമുണ്ട്. 2016 എന്ന് പറയുന്നത് കോവിഡിന് മുമ്പുള്ള ഒരു സമയമാണ്. 2025 കോവിഡിന് ശേഷവും. അപ്പോൾ കോവിഡിന് ശേഷം ഓരോ വർഷവും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് സിമ്പിളാകുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻ വരുന്നു. അങ്ങനെ 2023 24 വന്നപ്പോൾ പലർക്കും സിമ്പിൾ ആയതുകൊണ്ട് 720 വാങ്ങിക്കുവാനായിട്ട് പറ്റി. എന്നാൽ 2025 എക്സാം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2023 24 എക്സാംസ് വെച്ചാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വളരെ ടഫായിട്ടുള്ള എക്സാമാണ് 2025. അപ്പോൾ തീർച്ചയായിട്ടും ദർശന അക്കാദമിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. 2025 എക്സാം ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമാണ്. എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതിൽ ഫിസിക്സ് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. കെമിസ്ട്രിക്കകത്തും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതും അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ബയോളജിയിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 180 മിനിറ്റിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള അവർക്കുള്ള ഡിസ്ട്രാക്ഷൻസ്, നമ്മൾ OMR ഫില്ല് ചെയ്യുന്നു, പലയിടത്തും ലേറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എക്സാം എഴുതുന്നതിനിടയ്ക്ക് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നു, എക്സാം എഴുതുന്നതിനിടയ്ക്ക് ഫോട്ടോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആയപ്പോഴത്തേക്കും കുട്ടികൾ വളരെ ഭയപ്പെട്ടു പോയി. അതിൻ്റെ കൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും. ഇനി മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ പഠിക്കാതിരുന്നിട്ടല്ല അവർക്ക് ടഫായി പോയത് എക്സാം. ക്വസ്റ്റ്യൻ പേപ്പർ ടഫായതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ രാത്രിയും പകലും ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ മാറ്റി വെച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു വർഷമായിരുന്നു ദർശനയിലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവർ ഇതിനു വേണ്ടി തന്നെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികൾ, അവരെല്ലാം പഠനത്തോട് മാത്രം വേറൊന്നും ചെയ്യാതെ പഠനം മാത്രം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ആ പഠനത്തിന് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടഫായി മാർക്ക് കുറയുമെന്നോർത്ത് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, മാർക്ക് കുറയുമ്പോൾ ദർശന അക്കാദമിയിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എക്സാം ടഫായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ മുഴുവൻ എഴുതിയ പല സെൻറ്ററുകളിലെ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇത് ടഫായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാർക്കുകളിൽ
മാക്സിമം മാർക്കും അതുപോലെ കട്ട് ഓഫ് മാർക്കുകളും എല്ലാം കുറഞ്ഞു വരും. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമതായിട്ട് ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞുങ്ങളോട് പറയുക, സാരമില്ല, വിഷമിക്കേണ്ട, എക്സാം ടഫായതുകൊണ്ടല്ലേ, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ചില പേരൻസ് ഒക്കെ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണ്ട, ആൻസർ കീ നോക്കണ്ട, തൽക്കാലം 2 ദിവസത്തേക്ക് അതിന് ശേഷം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പറയുന്ന പേരൻസ്, അവരോട് പേരൻസ് പറയുകയാണ് സാരമില്ല ടഫ് ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പം ഇത് കുട്ടികൾക്ക് വലിയൊരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഇമോഷണൽ സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളോട് റിലാക്സ് ചെയ്യാൻ പറയുക. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പോൾ ഏതാനും കുട്ടികളെ ഫോൺ വിളിച്ചപ്പം പലരും സിനിമ കാണുവാനായിട്ട് തിയേറ്ററിലാണ്. അപ്പോൾ അവർ റിലാക്സ് ചെയ്യാണ്ട് ഫാമിലിയോടൊപ്പം എല്ലാവരും കൂടെ ഒന്ന് സിനിമ, ഇത്രയും നാൾ 1 വർഷം അവർ സിനിമയൊന്നും കാണാതെ വളരെ പഠനത്തോട് മാത്രം നോക്കി അല്ലെങ്കിൽ പഠിക്കുക മാത്രം എന്നൊരു കാര്യം ചെയ്തു പോയവരാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവർക്ക് ചില എൻ്റർടൈൻമെൻറ്റ്സ്, മൂവീസ് ആകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ടിങ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവസരം കൊടുക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് ഫോക്കസ് ഓൺ നെക്സ്റ്റ് സ്റ്റെപ്പ്. മുന്നോട്ട് എന്ത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇനി എക്സാംസ് ഒക്കെ എഴുതാനുണ്ട്, പല എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ നീറ്റിന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മറ്റൊരു കാര്യം എന്നുള്ളത് റിസൾട്ട് വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്കറിയാം ജൂൺ 14 കൂടിയാണ് റിസൾട്ട് വരുന്നത്. വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അറിയാം കട്ട് ഓഫ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടും എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് കൃത്യമായിട്ടും ആ സമയത്ത് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പലരും ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്രയായിരിക്കും കട്ട് ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് ഒരിക്കലും ശ്രദ്ധിക്കരുത്. നമ്മൾ കൃത്യമായിട്ട് NTA ഇതിന് ഇൻസ്ട്രക്ഷൻസ് നൽകും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് വരുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അതുപോലെ മറ്റ് എക്സാംസ് എഴുതുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റ് എക്സാംസ് മീൻസ് നമ്മൾ പല എക്സാംസ്, എൻട്രൻസ് എക്സാംസുകളും എഴുതുന്നുണ്ട്. ഇപ്പം നീറ്റ് എക്സാമിന് വേണ്ടി മാത്രമല്ല പഠിച്ചിരിക്കുന്നത്, പല എക്സാംസിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടികൾ എഴുതിയ ഈ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. അവർ മാത്രമല്ല, എല്ലാവരും, ഞങ്ങൾ അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ളവരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു ഈ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സാമിൻ്റെ ടഫ്നെസ്സും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ പോകാം. റിസൾട്ട് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് നമുക്ക് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒന്നുമല്ല വേണ്ടത്. നമുക്ക് മെറിറ്റ് സീറ്റ്, അല്ലെങ്കിൽ മെറിറ്റ് സീറ്റിലൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് കോളേജുകളിൽ, അപ്പോൾ അതിന് നിങ്ങളുടെ മാർക്കുകൾ സഹായിക്കും. അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ പോകാം. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ പോകാം. കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.